പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G2730 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗ് ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള കനോണിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറണ്ടി കിട്ടുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാതാണ് പ്രിന്ററിന്റെ ബോക്സ് വരുന്നത്. ചെറിയൊരു സ്പെസിഫിക്കേഷൻ, പ്രിന്ററിന്റെ ചെറിയൊരു സ്പെസിഫിക്കേഷൻ ഇവിടെ ബോക്സിൽ തന്നെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പ്രിന്റർ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, പ്രിന്റർ ഉണ്ട്. അതിന്റെ കൂടെ 4 ഇങ്ക് ബോട്ടിൽ വരുന്നുണ്ട്. ആ ഇങ്ക് ബോട്ടിലിന്റെ ഇതേപോലെ ഒരു ബോക്സിലായിട്ടാണ്, ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലിങ്കിൽ കയറിയാണ് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ അതിന് നല്ലത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അടുത്തുള്ള കനോണിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബുക്ക്ലെറ്റാണ് ഈ കാണുന്നത്. അത് മാറ്റി വെക്കുക. പിന്നെ ഇതിന്റെ ഹെഡ്, USB കേബിൾ, പവർ കേബിൾ ഒക്കെ ഈ ഒരു മൊഡ്യൂളിന്റെ അകത്താണുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത്. ആദ്യം നമുക്ക് പ്രിന്റർ ബോക്സ് ഒന്ന് പുറത്തോട്ട് എടുക്കാം. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. അല്ലേ, ഈ ഒരു എന്നാലേ പ്രിന്റർ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ബോക്സിൽ നിന്നും പ്രിന്റർ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു കവറിലാണ് പാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഈ കവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് പൊടി പടലങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി ഈ കവർ ഉപയോഗിക്കാവുന്നതാണ്. കഴിയുന്ന തുണി കൊണ്ട് മൂടി വെക്കരുത്. അത് കൂടുതൽ പൊടി അകത്തേക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ നല്ലത് ഈ ഒരു കവർ വെച്ചാണ് നിങ്ങൾക്ക് മൂടി വെക്കാവുന്നതാണ്. അപ്പൊ ആ കവർ മാറ്റി വെച്ചു. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ കംപ്ലീറ്റ് കാണുന്ന ഈ ഓറഞ്ച് സ്റ്റിക്കർ എല്ലാം റിമൂവ് ചെയ്യണം. അല്ലാതെ ഒരിക്കലും ഓൺ ചെയ്യാൻ പാടില്ല പ്രിന്റർ. കാരണം ഇവിടെയൊക്കെ കുറച്ച് ലോക്കഡ് ആയിട്ടൊക്കെ ഉണ്ടാവും ഈ സ്റ്റിക്കർ കാരണം. അപ്പൊ ആ സ്റ്റിക്കർ എല്ലാം റിമൂവ് ചെയ്തിരിക്കണം. സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളെ ബോക്സിന്റെ അകത്ത് എന്താണുള്ളത് എന്നാണ്. അപ്പൊ ഞാനത് ആദ്യം ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് 2 ഹെഡ് കാണാൻ സാധിക്കും. അതേപോലെ USB കേബിൾ, പവർ കേബിൾ എല്ലാം ഈ ഒരു മൊഡ്യൂളിന്റെ അകത്താണ് വരുന്നത്. പിന്നെ 4 സെറ്റ് ഇങ്കുമാണ് വരുന്നത്. ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 സൈഡിൽ നിന്നാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലേ, ഇതേപോലെ ഓപ്പൺ ചെയ്യുക, വളരെ സിമ്പിൾ ആയിട്ട്. എന്നാൽ നമുക്ക് ആ ഹെഡിന്റെ ഭാഗം എടുക്കാൻ കഴിയുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട്. കണ്ടില്ലേ, അപ്പൊ ആ ഒരു മൊഡ്യൂളിന്റെ അകത്ത് 2 ഹെഡ്, 4 സെറ്റ് ഇങ്ക്, USB കേബിൾ, പവർ കേബിൾ ഇതൊക്കെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം പ്രിന്റർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ മുമ്പത്തെ മോഡലിൽ നമ്മൾ ആദ്യം ഇങ്ക് ഫില്ല് ചെയ്യുകയും ഹെഡ് ഇൻസേർട്ട് ചെയ്തതിനു ശേഷമാണ് പ്രിന്റർ ഓൺ ആക്കുന്നതെങ്കിൽ ഈ ഒരു മോഡലിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ആദ്യം പ്രിന്റർ ഓൺ ആക്കുക, എന്നിട്ടാണ് ഹെഡ് ഇൻസേർട്ട് ചെയ്യേണ്ടതും ഇങ്ക് ഫില്ല് ചെയ്യേണ്ടതും. അപ്പൊ ഞാൻ പ്രിന്റർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമ്മൾ കാരേജ് സെന്ററിൽ വന്ന് നിൽക്കുന്നുണ്ടാവും സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമ്മൾ കൂടെ പ്രിന്ററിന്റെ കൂടെ 2 ഹെഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബ്ലാക്കിന്റെ ഒരു ഹെഡും കളറിന്റെ ഒരു ഹെഡും ആണ് വരുന്നത്. കണ്ടില്ലേ, B എഴുതിയത് ബ്ലാക്കും C എഴുതിയത് കളറുമാണ് വരുന്നത്. സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്യുക. അപ്പൊ കാരേജ് മൊഡ്യൂൾ സെന്ററിൽ വന്ന് നിൽക്കുന്നതാണ്. എന്നിട്ട് ആ ബ്ലൂ ഇതിന്റെ അവിടെ പിടിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാരേജ് ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും BC എഴുതിയതുണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ ബ്ലാക്ക് ഹെഡ് എടുക്കുക. പാക്കിൽ നിന്ന് പൊട്ടിച്ചതിന് ശേഷം നിർബന്ധമായി ആ ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്തിരിക്കണം. എന്നിട്ട് കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് കളറിന്റെ ഹെഡും അങ്ങനെ തന്നെയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുക. നിർബന്ധമായും ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ അതിലേക്ക് സ്ലോട്ടിലോട്ട് ഇടാൻ പാടുള്ളൂ. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇങ്ക് ഫില്ല് ചെയ്യാനാണ്. ഇങ്ക് ഫില്ല് ചെയ്യാൻ പ്രിന്ററിന്റെ കൂടെ 4 ഇങ്ക് സെറ്റ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ ഇങ്ക് ലെവൽ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഒരു ഡോട്ട് കാണാൻ സാധിക്കും. ആ ഡോട്ടിന്റെ അവിടെ എത്തുന്ന സമയത്താണ് ഫില്ല് ചെയ്യേണ്ടത്. അതിന്റെ താഴോട്ട് ആവാൻ പാടില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്. ആദ്യമായിട്ടാവുമ്പോൾ ടാങ്ക് എല്ലാം കാലിയായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം പിടിച്ച് ഓപ്പൺ ചെയ്യുക സ്കാനർ മൊഡ്യൂള്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലാക്കിന്റെ ടാങ്കും വരുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് കളറിന്റെ ടാങ്കും വരുന്നത്. ഇവിടെ ഓരോരോ ടാങ്കിന്റെ അവിടെ അതിന്റേതായ കളർ കോഡുകളുള്ള ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മാറിപ്പോകാൻ സാധ്യതയില്ല. പിന്നെ അഡ്വാൻറ്റേജ്, ഈ മോഡൽ പ്രിന്ററിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ക് മാറി വയ്ക്കാനും സാധിക്കത്തില്ല. അപ്പൊ ഇതിന്റെ കൂടെ 4 ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. കളറിന്റെ 3 ബോട്ടിലും ഇനീഷ്യൽ ഇങ്കാണ്. വളരെ ml കുറവായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ടൈം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ബ്ലാക്കിന്റെ അതേപോലത്തെ വലിപ്പമുള്ള ബോട്ടിലായിരിക്കും കിട്ടുന്നത്. അപ്പൊ ആദ്യം ബ്ലാക്ക് നമുക്ക് ഫില്ല് ചെയ്യാം. ബ്ലാക്കിന്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബ്ലാക്കിന്റെ ബോട്ടിൽ എടുത്ത് ആ മൂടി റിമൂവ് ചെയ്യുക.
എന്നിട്ട് നേരെ ബോട്ടിൽ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ കുത്തി ഇറക്കി വെച്ചെടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നതാണ്. ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. ഇവിടെ ഇങ്ക് ഫില്ലാവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ക് ഫില്ലായി ബോട്ടിൽ കാലിയായി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ആ ഡോറ് ടോപ്പ് ക്ലോസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് വരുന്നത് സിയാന്റെയും മജന്തിന്റെയും യെല്ലോന്റെയും ടാങ്ക് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ സിയാന്റെ ടാങ്ക് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ബോട്ടിൽ എടുത്താണ് നമ്മൾ നേരത്തെ ബ്ലാക്ക് ഫില്ല് ചെയ്ത് അതേപോലെ തന്നെ ജസ്റ്റ് ആ ബോട്ടിൽ ടാങ്കിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു. ഇങ്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈനിൽ ഇങ്ക് വാങ്ങുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 99% ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ആവാനാണ് സാധ്യത. അതേപോലെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്തും ഒറിജിനൽ ഇങ്ക് തന്നെ ചോദിച്ച് വാങ്ങണം. ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കരുത്. വില കുറഞ്ഞ ഇങ്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ സിയാൻ ഫില്ല് ചെയ്തതിന് നെക്സ്റ്റ് വരുന്നത് മജന്തയാണ്. അപ്പോൾ മജന്തന്റെ ബോട്ടിൽ എടുത്തു, അതിന്റെ ടോപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് നേരെ ടാങ്കിലേക്ക് ആ ബോട്ടിൽ ഇതേപോലെ ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നതാണ്. നിങ്ങൾക്കിവിടെ ഫിസിക്കലായിട്ട് കാണാൻ സാധിക്കും ടാങ്ക് ഫില്ലാവുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ, ആ ലെവൽ എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾ ബ്ലാക്ക് പ്രിന്റിംഗ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും 4 ടാങ്കിലും അതിന്റേതായ ഇങ്കുകൾ എപ്പോഴും ലോ ലെവലിന്റെ മേലെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലെങ്കിൽ ഹെഡ് ഷോട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫില്ല് ചെയ്യാൻ പോകുന്നത് യെല്ലോ ടാങ്ക് ആണ്. അപ്പോൾ ബോട്ടിൽ എടുത്ത് നേരെ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് ഇങ്ക് ഫില്ലിംഗ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാ ടാങ്കും ഫുൾ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ പവർ ബട്ടൺ സ്റ്റഡി ആയി നിൽക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ഈ ഓക്കെ ബട്ടൺ ഒരു 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യണം. അത് ലോങ് പ്രസ് ചെയ്തതിന് കഴിയെടുക്കുക. അപ്പോൾ പവർ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതിന്റെ അർത്ഥം ആദ്യത്തെ ഇനീഷ്യൽ ഇങ്ക് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാങ്കിൽ നിന്നും ഹെഡിലേക്ക് ഇങ്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസിംഗ് ആണ്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പവർ ലൈറ്റ് ഇതേപോലെ സ്റ്റഡി ആയിരിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി ഓഫ് പ്രിന്റിംഗ് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ്ട് സ്കാൻ ചെയ്യാം, പ്രിന്റ് ചെയ്യാം, ഒക്കെ ചെയ്യാവുന്നതാണ്. ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ മറ്റൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അടുത്തുള്ള കനോണിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറന്റി കിട്ടുകയുള്ളൂ. ഓക്കെ. അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഉപയോഗിക്കുകയും ചെയ്യരുത്. അതേപോലെ പ്രിന്റർ ഓഫ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ പ്രിന്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.